രാജീവ് എന്ന ചെറുപ്പക്കാരൻ്റെ കഥ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടല്ലോ. അവൻ തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ച് ആ വീട്ടിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ അവന് പിന്നെയും ഒരു സംശയം തോന്നി. അവൻ ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു, ഫാദർ, അങ്ങ് പറഞ്ഞല്ലോ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കണമെന്ന്. പാസ്റ്റിനെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും ചിന്തിച്ച് സമയം കളയാതെ നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റായ പ്രസൻറ്റിൽ ജീവിക്കണമെന്നുമുള്ള അങ്ങയുടെ ഉപദേശം എനിക്ക് മനസ്സിലായി. എങ്കിലും വീണ്ടും എനിക്കൊരു സംശയം. എങ്ങനെ നമുക്ക് ഈ ചിന്തകൾ ഒഴിവാക്കാം? അതിനുള്ള ഉപായങ്ങൾ അങ്ങ് പറഞ്ഞു തരുമോ? ഗ്രാൻഡ് ഫാദർ അല്പസമയം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, നീ ഒരു കാര്യം ചെയ്യൂ. ഇതിന് പല മാർഗങ്ങളുണ്ട്. എളുപ്പമായ മാർഗം നമുക്ക് ആദ്യം ചിന്തിക്കാം. നീ നിന്റെ ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. എന്നിട്ട് ഒരു പേപ്പറിൽ നിന്റെ എല്ലാ ചിന്തകളും എഴുതൂ. അതിനുശേഷം ആ പേപ്പർ കീറിക്കളഞ്ഞോളൂ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നീ നിന്റെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് സ്വയം ചോദിക്കൂ, വാട്ട് ആർ യു നൗ തിങ്കിങ്? അപ്പോൾ നീ പ്രസൻറ്റിലേക്ക് തിരിച്ചു വരും. ഈ മാർഗം തീർച്ചയായും വിജയകരമായിരിക്കും. അടുത്ത മാർഗം പറയാം. ഗ്രാൻഡ് ഫാദർ തുടർന്നു. നമ്മൾ മുൻപിൽ കാണുന്ന 5 വസ്തുക്കളുടെ പേര് പറയുക. അതിനുശേഷം ആ വസ്തുക്കളുടെ ഷേപ്പ്, ഉദാഹരണത്തിന് ചതുരാകൃതി, ത്രികോണാകൃതി എന്നിങ്ങനെ പറയുക. അതിനുശേഷം ആ വസ്തുക്കളുടെ കളേഴ്സ് പറയുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ പ്രസൻറ്റിലേക്ക് തിരിച്ചു വരും. രാജീവ് വളരെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ മനസ്സിലെ കാർമേഘങ്ങൾ നീങ്ങി അവിടെ സന്തോഷത്തിൻ്റെ പൂത്തിരികൾ കത്തുന്നത് അവൻ അറിഞ്ഞു. ഗ്രാൻഡ് ഫാദർ തുടർന്നു. അടുത്ത മാർഗം മുൻപിലിരിക്കുന്ന വസ്തു സ്പർശിച്ചു നോക്കി അത് ഫീൽ ചെയ്യുക എന്നതാണ്. ഇതും വളരെ ഹെൽപ്ഫുള്ളായ ഒരു മാർഗമാണ്. അടുത്ത മാർഗം എന്താണെന്നറിയണ്ടേ? നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ശ്വാസം അകത്തേക്കെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. പൂർണ്ണമായും അതിൽ ശ്രദ്ധിക്കുക. കുറച്ച് സമയം ശ്വാസം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. അതിൽ മാത്രമായി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുക. ഇത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനുമുള്ള വളരെ വിജയകരമായ ഒരു ഉപാധിയാണ്. ഈ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കുന്നതിനും പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതിനും നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ രാജീവ് പറഞ്ഞു, ഫാദർ, ഇപ്പോൾ ഇത്രയും മതി. ഞാൻ തീർച്ചയായും ഈ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കും. താങ്ക് യു വെരി മച്ച് ഫാദർ. രാജീവ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് RVG Insights.